ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യമാണ് ഇവരെ നന്നാക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഈ വിഷയത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആദ്യമായി നാർസിസ്റ്റിനെ പറ്റി അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ നിർബന്ധമായി കേൾക്കേണ്ടി വരും. അതേപോലെ തന്നെ ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട് വീണ്ടും ഇവർ നന്നാവും, ഇവർ നമ്മുടെ അടുത്തേക്ക് വരും, ഇവരുമായി ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഈ വീഡിയോ കണ്ടാൽ ഒരുപാട് ഉപകാരമുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനസിക രോഗത്തെ നമ്മൾ രണ്ടായി തിരിക്കാം. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഉള്ളത്, രണ്ടാമത്തത് ഇൻസൈറ്റ് ഇല്ലാത്തത്. ഇൻസൈറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച, ആ വ്യക്തിക്ക് തന്നെ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളതും ഇത് എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും ബാധിക്കുന്നു എന്ന ബോധമുണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയും മാത്രമല്ല അവർ വില്ലിങ്നെസ്, അതായത് അത്തരം പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യും. ഉദാഹരണം പറയാം, ആൻസൈറ്റി ശക്തമായുള്ള ഒരാൾക്ക് ആ ആൻസൈറ്റിൻ്റെ ബുദ്ധിമുട്ട് അയാൾക്ക് നന്നായിട്ട് അറിയാം. മാത്രവുമല്ല അത് അയാളുടെ ദൈനംദിന ജീവിതത്തെ, പഠനത്തെ, ജോലിയെ, ബന്ധങ്ങളൊക്കെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അയാൾ അഭ്യർത്ഥിക്കും. നമ്മോട് പറയും, സാർ ഇങ്ങനെയുള്ളൊരു വിഷയം ഉള്ളതുകൊണ്ട് അത് എന്നെ ബാധിക്കുന്നുണ്ട്, എൻ്റെ കൂടെയുള്ളവരൊക്കെ ബാധിക്കുന്നുണ്ട്, ഒന്ന് അത് റെഡിയാക്കി തരണം. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. മാത്രവുമല്ല ഇതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാനും പറ്റുകയും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ചില രോഗങ്ങളുണ്ട്, ആ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഉൾക്കാഴ്ച, ഇൻസൈറ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അഡിക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അഡിക്ഷനുള്ള ഒരാൾക്ക്, നന്നായി മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്താലൊന്നും ബോധ്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നല്ല കുടിക്കുന്ന സമയത്ത്, അതിൽ തന്നെ നിലകൊള്ളുന്നൊരു സമയത്ത് ഒരിക്കലും ബോധം ഉണ്ടാവില്ല. അത്തരം ആൾക്കാരെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡ്രഗ് തെറാപ്പിക്ക് തുടങ്ങും. അതായത് മരുന്നൊക്കെ കൊടുത്ത് ചികിത്സിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ ഉപയോഗിച്ചതിലൊക്കെ കെട്ടിറങ്ങി, അതായത് ബ്രെയിനിൽ നിന്ന് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഇൻസൈറ്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാനും അതിനുശേഷം ചികിത്സയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ആ അവസ്ഥ മാറ്റാൻ സാധിക്കുകയും ചെയ്യാറുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉൾക്കാഴ്ച ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അതിൽപ്പെട്ടതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. മിക്ക പേഴ്സണാലിറ്റി ഡിസോർഡറും ഈ അവസ്ഥ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നത് മുതിർന്ന സമയത്തല്ല, ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഒരു അംശം തുടങ്ങും. പിന്നെ ഇങ്ങനെ വലുതായി ഏറ്റവും മുതിർന്ന സമയത്ത്, അതായത് ഒരു അഡൾട്ട് പ്രായമാകുമ്പോൾ അയാൾ അതിൽ നല്ലൊരു നാർസിസ്റ്റായിട്ട് മാറുന്നതാണ്. ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ അംശങ്ങൾ ചെറുങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അയാൾക്കോ അയാളുടെ കൂടെയുള്ളവർക്കോ ഇയാൾക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ എളുപ്പമാണ്. പക്ഷെ അന്നൊന്നും ആരും നോട്ട് ചെയ്യൂല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് അയാൾക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതായത് ആ രോഗം കൊണ്ട് അയാൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ബുദ്ധിമുട്ട് ആർക്കാണ്? ബുദ്ധിമുട്ട് കൂടെയുള്ള എല്ലാവർക്കും ഇല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടെയുള്ള വിക്ടിമിന് മാത്രമാണ്. അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക്, അയാളുടെ കീഴിലുള്ള ബ്രദേഴ്സിന്, അയാളുടെ ഏറ്റവും അടുത്ത പാരൻസ് അല്ലെങ്കിൽ മക്കൾ, ഭർത്താവ്, ഭാര്യ, ഇങ്ങനെയുള്ളവരെ ബാധിക്കാം. മറ്റുള്ളവരൊന്നും ബാധിക്കൂല. ഇങ്ങനെയുള്ള എല്ലാവരെയും ബാധിക്കൂല, ചില ആൾക്കാരെ മാത്രമേ ബാധിക്കൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ട് എങ്കിൽ അയാളെ കൊണ്ട് ബാധിക്കുന്ന 1-2 പേരായിരിക്കും, ബാക്കിയുള്ളവർക്കൊന്നും ബാധിക്കില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും ഇയാൾ മാറണമെന്ന അഭിപ്രായം ഉണ്ടാവില്ല. ഇയാൾ നല്ലൊരുത്തനാണെന്ന് അഭിപ്രായമായിരിക്കും. മാത്രമല്ല ഇയാൾക്ക് ചികിത്സ വേണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ എതിർക്കും. ചിലപ്പോൾ അവരൊക്കെ പൈസ കൊടുത്തിട്ടോ മറ്റ് സഹായങ്ങൾ ചെയ്തിട്ടോ ഇയാൾ കൈവശപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇയാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് മാനസിക രോഗമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ ഈ വിക്ടിമിനെ അകറ്റും അല്ലെങ്കിൽ വിക്ടിമിനെ കുറ്റപ്പെടുത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചികിത്സക്ക് വരാനുള്ള സാധ്യത തന്നെ ഇല്ല. മിക്കപ്പോഴും ഇവരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന, സപ്ലൈ കൊടുക്കുന്ന, ഇനാബിൾ ചെയ്യുന്ന ഫ്ലൈം മങ്കീസൊക്കെ ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവരെ ചികിത്സക്ക് എത്തിക്കാൻ സാധിക്കൂല. എന്നാൽ ചികിത്സയ്ക്ക് എത്തിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഗതികെട്ട അവസ്ഥ. ഒരു ബന്ധത്തിൽ നിന്ന് പാർട്ട്ണർ ഡിവോഴ്സായിട്ട് പോകുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് ഇവർ കൗൺസിലിംഗ് സമ്മതിക്കും. എന്നാൽ ആ സമയത്ത് ഇവർ തന്ത്രം പ്രയോഗിച്ചിട്ട് ഈ വിക്ടിമിനെ എങ്ങനെയെങ്കിലും കൗൺസിലിംഗിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും. നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ചാൽ പോരെ, എന്തിനാണ് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് തന്നെ ഊരാൻ ശ്രമിക്കും. മാത്രവുമല്ല, എപ്പോഴെങ്കിലും ഈ സൈക്കോളജിസ്റ്റോ മറ്റുള്ളവരോ ഇയാളുടെ തെറ്റുകൾ അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലംസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് പുറത്ത്
പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് അയാൾക്ക് പിന്നീട് അവിടെ നിൽക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ബലൂണിൽ സൂചി കുത്തുന്ന പോലെ അവരെ എക്സ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ തനി നിറം പുറത്ത് വരുന്നത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർ കൗൺസിലിങ്ങിൽ നിന്ന് ബ്രേക്ക് ആയിട്ട് പോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൗൺസിലിങ്ങിന് എത്തൂല. എത്തിയാൽ തന്നെ കണ്ടിന്യൂ ചെയ്യൂല. കണ്ടിന്യൂ ചെയ്താൽ തന്നെ അതിൽ ഉടായ്പ് കാണിച്ചിട്ട് മെല്ലെ മുങ്ങാൻ ശ്രമിക്കും. അവസാനം മുങ്ങുകയും ചെയ്യും. എല്ലാവരും മുമ്പിലും സൈക്കോളജിസ്റ്റും കൊണ്ടുവന്നവരൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും. ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രധാനം. ഒന്നാമത് അവർക്ക് ഇൻസൈറ്റ് ഇല്ല, എനിക്ക് പ്രശ്നമുണ്ട് എന്നുള്ള ധാരണയില്ല. നമ്മളെല്ലാവരും ബോധ്യപ്പെടുത്താണ് നിൻ്റെ ഇന്ന ബിഹേവിയർ കൊണ്ട് നിൻ്റെ ഭാര്യ അനുഭവിക്കുന്നുണ്ട്, മക്കൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും അവർ വിചാരിക്കുന്നത് ഞാനെന്ത് ചെയ്തു, ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തിട്ടുള്ളത്, ഞാൻ അവർക്ക് അങ്ങനെ ഉപകാരം ചെയ്തു, ഇങ്ങനെ ഉപകാരം ചെയ്തു. അതായത് ഇവർ ചെയ്ത നന്മകൾ മാത്രമേ ഇവർ കാണൂ, അത് മാത്രമേ നോക്കൂ. ഇവർ ചെയ്ത തിന്മകൾ ഇവർക്ക് കാണൂല. എന്നാൽ മറ്റുള്ളവർ ചെയ്ത തിന്മകളൊക്കെ ഇവർക്ക് വലുതായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഞാൻ എന്തിന് ചികിത്സിക്കണം എന്ന നിലപാടുള്ള ഒരാളെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? മാത്രവുമല്ല ഇവരെ താങ്ങുന്ന, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൃന്ദം, ഒരു ടീം, ഒരു സപ്പോർട്ട് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ഇവരെത്തുകയില്ല, എത്തിയാൽ തന്നെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചികിത്സിച്ചാൽ മാറൂല എന്ന്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും, കുടുംബവും കൂടെയുള്ളവരും സമൂഹമൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തി ഇവരെ ട്രീറ്റ്മെൻറ്റിന് വില്ലിങ് ആക്കി വിചാരിച്ചോ, ട്രീറ്റ്മെൻറ്റ് തയ്യാറാക്കി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 വർഷമോ 2 വർഷമോ ചികിത്സിച്ചാൽ ഇവരെ മാറ്റാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യം കിട്ടൂല. അങ്ങനെയുള്ളൊരു ഭാഗ്യം ഒരു സൈക്കോളജിസ്റ്റിനും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് കൗൺസിലിംഗ് ബ്രേക്ക് ആവുന്നത്, കൗൺസിലിംഗ് പരാജയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈറ്റ് ഇല്ലാത്ത എന്നാൽ നേരെ മറിച്ച് സെൽഫിഷായ അഹങ്കാരിയായ ആൾക്കാരെ മാറ്റുക എന്നത് എളുപ്പമല്ല. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഉരുകി മെഴുകുതിരിയെ പോലെ ഉരുകി ഇല്ലാണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അയാൾ ഇട്ടിട്ട് പോകാം, അല്ലെങ്കിൽ അയാളെ ചേഞ്ച് ചെയ്യുന്നത് നിർത്തിയിട്ട് അയാൾ എന്താണോ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതിലെന്ത് ചെയ്യരുത്, ഒരിക്കലും അയാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കരുത്, സ്നേഹം പ്രതീക്ഷിക്കരുത്, മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച് കഴിയുമ്പോൾ അത് കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവും. ഒന്നും പ്രതീക്ഷിക്കാതെ എന്തായാലും ഇനി ഡിവോഴ്സ് ആക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ, കുറച്ചെങ്കിലും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതായാലും മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം ആൾക്കാരെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ടെന്നല്ല പറഞ്ഞതർത്ഥം. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ ലോക്ക് ചെയ്യണം എന്നുള്ളതും ഫാമിലീനെ എങ്ങനെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യണം, ഇത്തരം ആൾക്കാരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് കൗൺസിലിങ്ങിന് എത്തിക്കേണ്ടെന്നല്ല, പക്ഷേ കൗൺസിലിങ്ങിൽ എത്തിച്ചു കഴിഞ്ഞാലും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും കാണാം. നന്ദി.